രാജാവിനെ പോലും കടത്തിവിട്ടു. എവിടെ ചെന്നാലും മറ്റുള്ളവരെ ഭരിക്കാൻ കഴിവുള്ള നാളുകാർ ഇവർ. ഒട്ടും പരിചയമില്ലാത്തവരെ പോലും നിമിഷനേരം കൊണ്ട് തങ്ങളുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ള ചില ആളുകൾ ഇവിടെയുണ്ട്. വളരെ പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാനും അവരുടെ ആദരവ് പിടിച്ചുപറ്റാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരെക്കൊണ്ട് ചെയ്യിക്കാനും ഇവർക്ക് സാധിക്കും. അത് അവരുടെ ജന്മനാ ഉള്ള ഒരു കഴിവാണ്. ജ്യോതിഷശാസ്ത്രം പറയുന്നത് ഇത് ചില രാശിക്കാരിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത എന്നാണ്. ആ രാശിക്കാർ ആരെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. മേടം രാശിയിൽ ജനിച്ച ആളുകൾ ധൈര്യശാലികളും തൻ്റെടമുള്ളവരുമായിരിക്കും. ഊർജത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വയാണ് ഇവരുടെ ഗ്രഹം. മറ്റുള്ളവരെ നയിക്കാനും നേതൃസ്ഥാനത്ത് ഇരിക്കാനുമാണ് ഇവർക്കിഷ്ടം. ഏത് സാഹചര്യത്തിലും ഉള്ളിലുള്ളത് തുറന്ന് പ്രകടിപ്പിക്കാനും ഉറച്ച വാക്കുകളിൽ സംസാരിക്കാനും ഇവർ മടിക്കുകയില്ല. ഇവരുടെ തീക്ഷ്ണവും തുറന്നടിച്ചതുമായ പ്രകൃതം പലപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്നവരായി ഇവരെ മുദ്രകുത്താറുണ്ട്. ഇടവം രാശി, കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ അരഭാഗം. ശുക്രന് ആധിപത്യമുള്ള ഇടവം രാശിയിൽ ജനിച്ച ആളുകൾ സുരക്ഷയ്ക്കും പ്രശ്നപരിഹാരത്തിനും വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. അവരുടെ സ്ഥിരതയ്ക്കും ഇളക്കം തട്ടാത്ത നിശ്ചയദാർഢ്യവും മറ്റുള്ളവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനും അവരെ ഭരിക്കുവാനും ഇവരെ സഹായിക്കുന്നു. ഇവർ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ പ്രയാസമാണ്. അതുപോലെ ഇവരുടെ അഭിപ്രായങ്ങളും മാറ്റാൻ കഴിയുകയില്ല. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് ഈ രാശിക്കാർ. ചിങ്ങം രാശി, മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽഭാഗം. സൂര്യരാശിയായ ചിങ്ങത്തിൽ പിറന്നവർ ജന്മന മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ്. ജന്മം കൊണ്ട് തന്നെ നേതൃഗുണത്തിന് അർഹരായ ഇവർ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും അവരെ മുമ്പിൽ നിന്ന് നയിക്കാനും സാധിക്കും. മറ്റുള്ളവർ തങ്ങളെ ഇഷ്ടപ്പെടണമെന്നും ആരാധിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. ആകർഷകമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരുടെ തങ്ങളുടെ പ്രഭാവലയത്തിലാക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. വൃശ്ചികം, വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ചൊവ്വയാണ് വൃശ്ചികം രാശിയുടെ അധിപനായ ഗ്രഹം. തീക്ഷ്ണവും നിശ്ചയദാർഢ്യമുള്ളവരും വളരെ ശ്രദ്ധാലുക്കളുമാണ് വൃശ്ചികം രാശിക്കാർ. അധികാരസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരായ ഇവർക്ക് ശക്തമായ വ്യക്തിത്വമായിരിക്കും ഉണ്ടായിരിക്കുക. ചില സാഹചര്യങ്ങളിൽ ഇവരുടെ വളരെ തീക്ഷ്ണമായ വൈകാരിക അവസ്ഥ കണ്ട് ആളുകൾ ഭയപ്പെടാറുമുണ്ട്. ബന്ധങ്ങളെയും പരിതസ്ഥിതികളെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. അവരത് വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്നു. മകരം രാശി, ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം. അച്ചടക്കത്തിൻ്റെയും ഘടനയുടെയും ഗ്രഹമായ ശനിയുടെ രാശിയായ മകരത്തിൽ ജനിച്ച ആളുകൾ മികച്ച തന്ത്രജ്ഞരും ആസൂത്രകന്മാരും ആയിരിക്കും. ലക്ഷ്യതൽപരരും പ്രായോഗിക വ്യക്തികളുമായ ഇവരെ ഏത് ആവശ്യത്തിനും ധൈര്യമായി സമീപിക്കാവുന്നതാണ്. ഇവർ കൃത്യമായ ലക്ഷ്യങ്ങളോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. കഠിനാധ്വാനവും നേരെ വാ നേരെ പോ സ്വഭാവവും കാരണം ഇവർ ഏത് സ്ഥലത്ത് ചെന്നാലും മറ്റുള്ളവരുടെ ഇഷ്ടം നേരിടുന്നു. കുംഭം, അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. ശനിയുടെ തന്നെ മറ്റൊരു രാശിയായ കുംഭത്തിൽ ജനിച്ച ആളുകൾ സർഗാത്മക കഴിവുകൾ ഉള്ളവരും സ്വന്തം കാലിൽ നിൽക്കുന്നവരും നിലവിലെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ മടിക്കാത്തവരും ആണ്. പുതിയ ആശയങ്ങളും പുരോഗമന ചിന്തകളും കൊണ്ട് എപ്പോഴും നേതൃസ്ഥാനം അലങ്കരിക്കുന്നവർ ആണ് ഇവർ. ആളുകൾ അവരുടെ സമഗ്രാധിപത്യത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷകളിലേക്ക് എത്തിച്ചേരാനുള്ള ഇവരുടെ കഠിനമായ നിശ്ചയദാർഢ്യം പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകളുമായി ഇവരെ മുദ്രകുത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു.